അയ്യ വണക്കം. ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ പൊങ്കാലയായിട്ട് നഗരമെങ്ങും ആഘോഷ തിമിർപ്പിലാണ്. ഈ ആറ്റുകാൽ പൊങ്കാല, ശ്രീകൃഷ്ണ ജയന്തി, ഘോഷയാത്ര ഇതൊക്കെ നടക്കുമ്പോൾ മാത്രം എരണം കെട്ട കുറേ യുക്തിവാദികൾ വന്നിട്ട് നിങ്ങൾക്കറിയാമോ ഈ ആറ്റുകാൽ പൊങ്കാല നടത്തുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല, ഗുണമില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് സഹിച്ചടേ എന്ന് മാത്രമേ ഇവന്മാരോട് പറയുള്ളൂ. പക്ഷേ നമ്മുടെ ടോപ്പിക് ഇതൊന്നുമല്ല. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്കെതിരെ ഒരു കുത്തിത്തിരിപ്പ് പല സൈഡിലും നടക്കുന്നുണ്ട്. അത് വിട്ടിട്ട് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജകുടുംബമാണ്. എന്തൊരു ചൊറിച്ചിൽ! തിരുവിതാംകൂർ രാജകുടുംബം എന്ന് പറയുമ്പോഴേ ഇവിടെയുള്ള കുറേ കമ്മി സുഡാപ്പികൾക്ക് അങ്ങ് ചൊറിച്ചിൽ തുടങ്ങും. പക്ഷേ നമ്മൾ അങ്ങ് ദുബായിലെയോ യു എയിലെയോ അൽ രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുസൂർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ എണ്ണം നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. പോരാത്തതിന് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. കേരളത്തിലെ രാജകുടുംബമായിട്ടുള്ള തിരുവിതാംകൂർ രാജകുടുംബം എന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യോ ജാതി, ജാതീയത, മതം, ജനങ്ങളെ മുഴുവൻ പീഡിപ്പിച്ചു, ജനങ്ങളെ മുഴുവൻ അടിച്ചമർത്തി എന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന കുറേ വേട്ടാവളിയന്മാർ, ഫേക്ക് ചരിത്രകാരന്മാർ ഒരു സൈഡിലുണ്ട്. അതേസമയം ക്യൂൻ എലിസബത്ത്, നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൻ ഉണ്ടല്ലോ, കുറെ കാലം നമ്മളെ അടിച്ചമർത്തി നമ്മളെ എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോയി എലിസബത്ത് മരിച്ചപ്പോൾ അമുങ്ങിയിരുന്ന് കരയുന്ന കുറേ എണ്ണത്തിനെയും നമുക്ക് കാണാനായിട്ടിടയായി. അപ്പോൾ ഇതാണ് ഇതിലൊരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. തിരുവിതാംകൂർ രാജകുടുംബം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ചൊറിച്ചിലും ക്യൂൻ എലിസബത്തോ അല്ലെങ്കിൽ സൗദി രാജാവോ എന്നൊക്കെ കേൾക്കുമ്പോൾ വായി കൂടെ തേൻ ഒലിക്കുന്ന ഒരു അവസ്ഥയാണ് യുവമാർക്കൊക്കെ ഉള്ളത്. ഇതാണ് യുവമാരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല. നമ്മൾ പറയാൻ പോകുന്നത് ആറ്റുകാൽ പൊങ്കാല ദിവസമാകുമ്പോൾ തിരുവിതാംകൂറിലെ രാജകുടുംബം പുറത്തേക്ക് ഇറങ്ങും. ഒരു ജീപ്പിൽ തിരുവിതാംകൂർ രാജകുടുംബം ആറ്റുകാൽ പൊങ്കാല കാണാനായിട്ട് ഇറങ്ങും. രാജകുടുംബത്തിന് മുമ്പിൽ അവരെ ഒന്ന് കാണാനും പറ്റിയാലൊന്ന് തൊടാനും ഒന്ന് കൈ കൊടുക്കാനും ഒക്കെ ജനങ്ങൾ തടിച്ചുകൂടും. ഇത് കാണുമ്പോൾ ഇവിടെയുള്ള കമ്മിയൊക്കെ സുഡാപ്പിയൊക്കെ അയ്യോ ചൊറിഞ്ഞിട്ടിരിക്കാൻ പാടില്ല എന്നൊരു അവസ്ഥ വരും. അങ്ങനെയുള്ള ബുദ്ധിജീവിടാ കണാപ്പാടാ ഇവിടെ വാ, നിന്നെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ളവന്മാരോടാണ് പറയുന്നത്. ഇന്ന് അങ്ങനെയുള്ള ഒരു പിക്ചർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ പിക്ചറിന്റെ താഴെ പല കമ്മി സുഡാപ്പികളും വന്ന് പല വൃത്തികെട്ട കമന്റുകളും അടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പല വൃത്തികെട്ട കമന്റുകളിൽ ഒരു കമന്റ് ഇതാണ്: കഷ്ടം, ഇവർക്കൊക്കെ പൊങ്കാല ഇടുന്ന ലക്ഷങ്ങളിൽ ഒരാൾക്ക് കിട്ടുന്ന പ്രാധാന്യമേ കൊടുക്കാവൂ ജനാധിപത്യത്തിൽ എന്നാണ് അവൻ അടിച്ചു വെച്ചേക്കുന്നത്. മലയാളം നേരെ ചൊവ്വ എഴുതാനും വായിക്കാനും പോലും അറിഞ്ഞൂടാ എന്നുള്ളത് വേറൊരു കാര്യം. ഇനി തിരുവിതാംകൂർ രാജകുടുംബത്തെ കുറിച്ച് പറയണമെങ്കിൽ തിരുവിതാംകൂർ രാജകുടുംബം നമ്മുടെ തലസ്ഥാനത്ത് ഉണ്ടാക്കി വെച്ച കാര്യങ്ങൾ മാത്രമേ ഇന്നും തലസ്ഥാനത്തിന്റെ തിലകക്കുറിയായിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം ഈ കമ്മി സുഡാപ്പികൾ മനസ്സിലാക്കണം. തലസ്ഥാനം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? പത്മനാഭസ്വാമി ക്ഷേത്രം. അത് തിരുവിതാംകൂർ രാജകുടുംബം ഉണ്ടാക്കിയതാണ്. പിന്നെ ആർക്കും വേണ്ടാത്ത ഒരു KSRTC ബസ് സ്റ്റാൻഡ് ഇപ്പോഴും പണി തീരാതെ തമ്പാനൂർ ഇട്ടിട്ടുണ്ട്. അത് തിരുവനന്തപുരം നഗരത്തിന്റെ തിലകക്കുറിയല്ല, ഞാൻ ഒന്നും പറയാനില്ല. അങ്ങനെ തിരുവിതാംകൂർ നഗരത്തിന്റെ നഗര രൂപീകരണത്തിന് വലിയ രീതിയിലുള്ള പങ്ക് തിരുവിതാംകൂർ രാജകുടുംബം വഹിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. വിത്ത് എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതാ കേട്ടോ. തിരുവിതാംകൂർ രാജകുടുംബം എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ സ്ഥാപിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും കോൺഗ്രസ് സർക്കാരും കേരളത്തിൽ ചെയ്യുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി തിരുവിതാംകൂർ രാജകുടുംബം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫ്രൂട്ട്സ് അഥവാ ഫലങ്ങൾ ഊറ്റിയെടുത്ത് ഇന്നും അതിൽ അഭിമാനം കൊള്ളുന്ന ഇതൊക്കെ ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരും മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം നഗരത്തിൽ എന്നുള്ളത് കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഖജനാവ് കാലിയാണ്. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. പക്ഷെ അന്ന് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കാലത്ത് സകല വികസനങ്ങളും നടത്തി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറയ്ക്കകത്ത് ലക്ഷം കോടി രൂപ വരുന്ന നിധി, അതിന്ന് കേരള സർക്കാരിന്, പിണറായി സർക്കാരിന് ഒന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര തുകയുള്ള നിധിയാണ് അന്ന് അവരവിടെ ശേഖരിച്ചു വച്ചത്. ഇവിടെയുള്ള ഏറ്റവും വലിയ രാജകുടുംബങ്ങൾ എന്ന് ഇവിടെയുള്ള കമ്മി സുഡാപ്പികൾ വാഴ്ത്തിപ്പാടുന്ന ടിപ്പു സുൽത്താനും മുഗൾ രാജാക്കന്മാരൊന്നും ഒരു കുന്തം ഇവിടെ കൊണ്ടുവച്ചിട്ടില്ല. എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ തിരുവിതാംകൂർ രാജകുടുംബം അവർ ഈ നാടിനെ വികസിപ്പിച്ചു. പോരാത്തതിന് അവർ ഈ നാട്ടിന് നീക്കിയിരിപ്പായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വലിയ ഒരു നിധിശേഖരവും മാറ്റിവെച്ചു എന്നുള്ളതാണ് വേറൊരു കാര്യം. കുറച്ച് ചൊറിഞ്ഞു വരുന്നുണ്ടല്ലേ, കുറച്ചുകൂടെ ചൊറിയാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. ഇനി ഇവർ ഈ പറയുന്ന രാജാക്കന്മാർ തിരുവനന്തപുരത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തു തന്നിട്ടുള്ളത് നമുക്ക് കൃത്യവും വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കണമല്ലോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തൊട്ട് രാജാക്കന്മാർ പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ രാജാവോ എന്നൊക്കെ പല ആൾക്കാരും ചിന്തിക്കുമായിരിക്കും. പക്ഷേ സംഭവം സത്യമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 1948 SIT ആശുപത്രി വരുന്നതോടുകൂടെയാണ് മെഡിക്കൽ കോളേജ് എസ്റ്റാബ്ലിഷ് ആവാനുള്ള വഴി തുറക്കുന്നത്. 1948 കൃത്യമായി നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ എബൌട്ട് അസി പോയി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓൾഡസ്റ്റ് മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം എന്ന്. രാജാവ് കെട്ടിയതുകൊണ്ടായിരിക്കും ഇന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഉപയോഗമുള്ള ഒരു സാധനമാണ്. നമ്മൾ ഇവിടെയൊക്കെ വച്ചിരിക്കുന്ന 2-3-4 മാസമായിട്ടുള്ളൂ. നമ്മുടെ AI ക്യാമറ പോലെ അടിച്ചൊന്നും പെട്ടെന്ന് പോയില്ല. രാജാവ് കെട്ടിയുകൊണ്ട് നല്ല കെട്ടുറപ്പുള്ള മെഡിക്കൽ കോളേജായിരുന്നു. കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്, in 1948 the Travancore government formed a committee to come up with ideas for a medical college in Tiruvandavapuram.
In October of that year, the committee filled its findings and the scheme was approved. CEO Karnakaran was the college's first dean and was appointed special officer for the scheme's education. Raja Pramukh of Travancore, Cochin laid the foundation stone at 1945 AM on January 26, 1950, and the first students were admitted in August 1951. On November 27, 1951, Jawaharlal Nehru dedicated the college at 8 AM. Rajkumari Amrit Rao dedicated the Sri Avittam Tirunal Hospital, SATH, in January 1952. In 1952, a men's hostel opened, followed a year later by a women's hostel. Prime Minister Nehru dedicated the Medical College Hospital in 1954. അപ്പോൾ അത് കാര്യം ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്, നമ്മുടെ നാട്ടിലെ ആയുർവേദ കോളേജ് ആദ്യമായിട്ട് കൊണ്ടുവന്നതും നമ്മുടെ തിരുവനന്തപുരത്തെ രാജാക്കന്മാർ എന്നുള്ളതാണ്. ആയുർവേദ കോളേജ്, ഇതിന് വേറെ ഒരു സ്ഥലത്തും പോകണ്ട, നമ്മുടെ ആയുർവേദ കോളേജിൻ്റെ സൈറ്റിലോട്ട് നേരെ പോയാൽ മതി. ആയുർവേദ കോളേജിൻ്റെ ayurveda.kerala.government.in എന്ന സൈറ്റിൽ പോയിട്ട് അബൌട്ട് എസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. In 1889 that an Ayurvedic Parashala was started in Tiruvandhuram by His Highness Sri Moolam Tirunal Maharaja. This was the first Ayurvedic education institution in British India. The Ayurvedic Parashala has been upgraded to Ayurveda College. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ പാഠശാലയാണ് നമ്മുടെ രാജാവ് നമുക്ക് വേണ്ടി കൊണ്ടുതന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള രാജാവിൻ്റെ പിൻതലമുറക്കാരെ കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റില്ല. അമ്മി സൊടാപ്പി, മനസ്സിലായോ? ഇനി മൂന്നാമത്, തിരുവനന്തപുരം വിമൻസ് കോളേജ് കൊണ്ടുവന്നതാരാ? അതും രാജാവാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി നാലാമത്തെ കാര്യം, ഹോമിയോപ്പതിയെ കേരളത്തിൽ വളരെ വിപുലമാക്കാൻ സഹായിച്ചതും ഈ രാജഭരണകാലത്ത് തന്നെയാണ് എന്ന് കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാഷണൽ ഹോമിയോപ്പതി റിസർച്ചിൻ്റെ കൃത്യമായിട്ടുള്ള സൈറ്റ് ഉണ്ട്, അതിനകത്ത് പോയിട്ട് അതിനകത്ത് ഹിസ്റ്ററി ഓഫ് ഹോമിയോപ്പതി ഇൻ കേരള എന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ 20th century, Christian missionaries have introduced homeopathy in Kerala. In the year 1920, the entire South Travancore was affected by a dreadful cholera outbreak and was effectively controlled by homeopathic medicines, which highly impressed the Sri Moolam Prajasabha of Maharaja of Travancore. After this remarkable event, homeopathic system reached its milestone in the year 1928 when Dr. M.N. Pillai, a member of Sri Moolam Prajasabha, has initiated a resolution in the Sabha which paved the way for recognition of homeopathy in Kerala എന്ന് വ്യക്തമായിട്ടും അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം എയർപോർട്ട്. അതും രാജാവ് തന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. പോരാത്തതിന് രാജാവാണ് അത് വികസിപ്പിച്ച് തന്നതും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ദ എയർപോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1932. എപ്പോഴാണ്? 1932 തിരുവനന്തപുരം എയർപോർട്ട് എസ്റ്റാബ്ലിഷ് ആകുന്നത്. ആസ് എ പാർട്ട് ഓഫ് ദ റോയൽ ഫ്ലൈയിങ് ക്ലബ് അണ്ടർ ദ ഇനിഷ്യേറ്റീവ് ഓഫ് ലെഫ്റ്റനന്റ് കേണൽ രാജ ഗോദവർമൻ, ഹസ്ബൻഡ് ഓഫ് കാർത്തിക തിരുനാൾ ലക്ഷ്മിബായ്, ദ റാണി ഓഫ് ആറ്റിങ്ങൽ ആൻഡ് ട്രാവൻകൂർ കിങ്ഡം. അങ്ങനെയാണ് എയർപോർട്ടും എസ്റ്റാബ്ലിഷ് ആകുന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇത്രയൊക്കെ തന്ന ആൾക്കാരെ കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റില്ല. ഇനി SBT എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ലയിച്ചു. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ വരുന്നതും 1945 CP രാമസ്വാമി അയ്യരാണ് അതും കൊണ്ടുവരുന്നത്. ഒരു കാര്യം ആലോചിച്ചോളണം, ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്നത് 1945 വരുന്ന കാര്യമാണ്. അതിനുശേഷം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ജനങ്ങൾ മുഴുവൻ ബാങ്കിങ് അക്കൗണ്ടുകൾ തുടങ്ങാനും ജനങ്ങൾ മുഴുവൻ ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് വരാനും 2016 വരെ കാത്തിരിക്കേണ്ടി വന്നു. പ്രധാനമന്ത്രി അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ വഴി ജനങ്ങൾ അതിലേക്ക് വരാനായിട്ട് നരേന്ദ്രമോദി വന്ന് വീണ്ടും വലിയ രീതിയിൽ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വന്നു. ആ സമയത്താണ് നമ്മുടെ രാജാവ് 1945 ഇവിടെ SBT സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ തുടങ്ങിയിരുന്നത് എന്നുള്ളത് അടുത്ത പോയിന്റ്. ഇനി അടുത്തത് റേഡിയോ സ്റ്റേഷൻ. നമ്മുടെ രാജാവ് നമുക്ക് വേണ്ടി റേഡിയോ സ്റ്റേഷനും ആ സമയത്ത് തുടങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേഷൻ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ മൊബൈൽ എടുത്ത് ആ പ്രവാസി ഭാരതി .government.in ഒന്ന് ചുരണ്ടി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എബൌട്ടിൽ ഇട്ടിട്ടുണ്ട്. ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ ഗ്രാന്റഡ് സാങ്ഷൻ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ അറ്റ് തിരുവനന്തപുരം ഓൺ 13 September 1937 and on 12th March 1943 Her Highness മഹാറാണി സേതു പാർവതിഭായ് ഇനോഗ്രേറ്റഡ് ദ ട്രാവൻകൂർ റേഡിയോ എന്ന് കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ റേഡിയോ സ്റ്റേഷനും തുടങ്ങിയത് രാജഭരണകാലത്താണ് എന്ന് നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാകും. ഇനിയാണ് വലിയൊരു സംഭവം വരുന്നത്. എന്താണെന്നല്ലേ? ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം. ഇതും രാജാവ് തന്ന സ്ഥലത്തും കാര്യങ്ങളുമാണ് തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ തന്നെ സൈറ്റിൽ പോയിട്ട് SCTIMST.ac.in എന്ന സൈറ്റിൽ പോയിട്ട് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ
ഇങ്ങനൊരു സാധനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാജാവിൻ്റെ പടമൊക്കെ വെച്ച് നല്ല വെണ്ടയ്ക്ക് അക്ഷരത്തിൽ നമ്മുടെ നാട്ടുകാർക്ക് ലോക നിലവാരത്തിൽ ചികിത്സിക്കാനുള്ള സാധനമാണ്. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ദ ഒറിജിൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡേറ്റ്സ് ബാക്ക് ടു 1973 when the royal family of Travancore gifted a multi-stored building for the people and government of Kerala. Sri P.N. Huskar, the then deputy chairman planning commissioner, inaugurated the Sri Chitra Thillal Medical Center in 1976 when patient services including inpatient treatment got underway at the Stalemount Palace, Pujapura, nearly 11 kilometers away from the hospital wing. The biomedical technology wing followed soon, again a gift by the royal family. അതായത് ഈ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി സ്ഥലം കൊടുക്കുക മാത്രമല്ല, ബിൽഡിംഗ് അനുവദിച്ചു കൊടുക്കുക മാത്രമല്ല രാജാവ് ചെയ്തത്, തത്ഫലമായി ഒരു ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി നമ്മുടെ മെഡിക്കൽ രംഗത്തെ മുകളിലേക്ക് ഉയർത്താനായിട്ട് നമ്മുടെ മുടവൻമുകൾ കൊട്ടാരവും അതിനു വേണ്ടി രാജാവ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ആരോഗ്യരംഗം വളരെ മികച്ചതായി ഉയർന്നു പോയത് എന്ന് കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനിയാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്, രാജാവ് തന്ന വേറൊരു സാധനമുണ്ട്, അതാണ് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി എന്ന് പറയുന്നത്. ഈ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. നമ്മുടെ എക്കണോമിക് ടൈംസിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഇത്. എക്കണോമിക് ടൈംസിൽ ഇത് കോവിഡ് നടന്ന സമയത്ത് വന്നൊരു കാര്യമാണ്. എക്കണോമിക് ടൈംസ് കൃത്യമായിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഫ്രം സിവിൽ ഹോസ്പിറ്റൽ ടു പബ്ലിക് ഹെൽത്ത് ലാബ് ദ ഏഴ്സ്വൈൽ ഹെൽത്ത് കെയർ മോഡൽ ഓഫ് കേരള. നിങ്ങൾ കേരള മോഡലിലേക്ക് നോക്കൂ എന്നാണ് എക്കണോമിക് ടൈംസ് കൃത്യമായിട്ട് പറയുന്നത്. അതിൽ എക്കണോമിക് ടൈംസ് പറയുന്നത്, അറ്റ് എ ടൈം when the present Kerala model of public health care has been winning accolades worldwide, its roots and foundation can be tracked back to the progressive and bold decision taken by the royalty എന്നാണ് പറയുന്നത്. According to the historical records, the first medical institution to be established in Travancore under the state was the Palace Dispensary, opened under the rule of Lakshmi Bai എന്നാണ് പറയുന്നത്. പാലസ് ഡിസ്പെൻസറി എന്ന് പറയുന്ന ഒരു ഡിസ്പെൻസറിയാണ് ആദ്യം തുടങ്ങിയിരുന്നത്. അവിടെ നിന്നുമാണ് ഇപ്പോൾ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ഈ കാര്യം എത്തിയതും. കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയൊക്കെ വന്നപ്പോൾ ഈ ആരോഗ്യരംഗത്തിൻ്റെ പിൻബലത്തിലാണ് നമ്മൾ വളരെ ഗംഭീരമായിട്ട് കുതിച്ചതും എന്നും മനസ്സിലാക്കിയിരിക്കുക. ഇനിയുണ്ട് രാജാവ് തന്ന കാര്യം. അതിലൊന്നാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്. ലോക നിലവാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലോകത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നായിട്ട് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാണാൻ പറ്റും. നമ്മുടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് അത് ലോക നിലവാരത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യ 10ൽ നമ്മുടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജും കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ രാജാവ് നമുക്ക് വേണ്ടി പടച്ചു വിട്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനിയുണ്ട്, തീർന്നില്ല. 1937 നവംബർ 1 ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി രാജാവ് സ്ഥാപിച്ചു. ആ യൂണിവേഴ്സിറ്റിയാണ് ഇന്ന് കേരള യൂണിവേഴ്സിറ്റി എന്ന പേരിൽ അറിയപ്പെടുകയും ഈ SFIക്കാർ അതിനകത്ത് കയറി ഇറങ്ങി നിരങ്ങി മെഴുകുകയും ചെയ്യുന്നത് എന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക. ആ കേരള യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതും രാജാവാണ് എന്നുള്ളൊരു കാര്യമാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ keralauniversity.ac.in എന്ന സൈറ്റിലേക്ക് പോവുക. അതിനകത്ത് ദ ഹിസ്റ്ററി ഓഫ് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെടുത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ വായിച്ചു നോക്കുക. ദ ഹിസ്റ്ററി ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഈസ് ഇന്റഗ്രൽ ടു ദ ഹിസ്റ്ററി ഓഫ് ദ സ്റ്റേറ്റ് ഇറ്റ്സെൽഫ്, വൺ ഓഫ് ദ ഫസ്റ്റ് 16 യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള was founded in 1937. 1937ലാണ് കേരള യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് വാസ് ഫോർമർലി കോൾഡ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവൻകൂർ ഇൻ ദ ഏഴ്സ്വൈൽ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ. അമ്പമ്പോ, ട്രാവൻകൂർ സ്റ്റേറ്റിലെ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി എന്നാണ് ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നെയാണ് ഇത് കേരള യൂണിവേഴ്സിറ്റിയായി മാറിയത് എന്നൊക്കെയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ചരിത്രം വേണമെങ്കിൽ ആ CET.ac.in എന്ന സൈറ്റിൽ പോയിട്ട് അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ദ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1939. രാജാവ് തന്നതാണ് മക്കളെ എന്ന് കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. ഇനി വേറൊരു ഗംഭീരമായിട്ടുള്ള കാര്യമുണ്ട്. നമ്മുടെ KSRTCയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പം കട്ടപ്പുറത്തിരിക്കുന്ന ആനവണ്ടിയുടെ ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ദാണ്ടെ അതിനകത്ത് ഒരു കുറിപ്പുണ്ട്. ഹിസ് ഹൈനസ് ശ്രീ ചിത്തിര തിരുനാൾ അങ്ങുന്നേ എന്ന് പറഞ്ഞാണ് KSRTCയെ കുറിപ്പിട്ടിരിക്കുന്നത്. സംഭവം എന്താണ്? ദ സ്റ്റേറ്റ് മോട്ടോർ സർവീസ് വാസ് ഇനാഗുറേറ്റഡ് ബൈ ഹിസ് ഹൈനസ് ശ്രീ ചിത്തിര തിരുനാൾ ഓൺ 22/1938. അതായത് സ്റ്റേറ്റ് മോട്ടോർ സർവീസ് എന്നായിരുന്നു അന്ന് അതിൻ്റെ പേര്. ശ്രീ ചിത്തിര തിരുനാൾ അങ്ങെന്നാണ് അത് 1938 ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഒരു നഷ്ടത്തിലും അല്ലായിരുന്നു, രാജാവ് ഭരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് യാതൊരു നഷ്ടത്തിലായിരുന്നു. ഇന്നാണല്ലോ ഈ മുഖ്യമന്ത്രി മുതൽ വാർഡ് മെമ്പർ വരെ കയറ്റി വരുന്നത്. അന്ന് നഷ്ടത്തിലല്ലായിരുന്നു ഓടിയിരുന്നത്. അന്ന് രാജാവ് ഈ സംഭവമൊക്കെ ചെയ്ത് തന്നിട്ട് പിന്നെ അത് നമ്മളെടുത്ത് KSRTC ആക്കിയപ്പോഴാണ് അതിങ്ങനെ മുടിഞ്ഞ് പണ്ടാരം തുടങ്ങിപ്പോയത് എന്ന് ഇതിനകത്ത് എഴുതിയിട്ടില്ല. പക്ഷേ ഇതിനകത്ത് അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, വേണമെന്നുള്ളവർക്ക് കൃത്യവും വ്യക്തവുമായിട്ട് അത് വായിച്ച് നോക്കാവുന്നതാണ്.
ഇനി സംഗീത നാടക അക്കാദമി അടക്കമുള്ള കലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാദമി, സ്വാതി തിരുനാൾ സംഗീത സഭ, കേരള സംഗീത നാടക അക്കാദമി, ശ്രീചിത്ര ആർട്ട് ഗാലറി, ചിത്ര നൃത്ത വിദ്യാലയം, കാർത്തിക തിരുനാൾ തിയേറ്റർ, SMS ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ഒരു ഗംഭീരമായിട്ടുള്ള സാധനം അവർ സ്ഥാപിച്ചതെന്ന് പറഞ്ഞാൽ ലേബർ കോർട്ടാണ് അവർ സ്ഥാപിച്ചത്. ലേബർ കോടതികൾ തിരുവിതാംകൂർ രാജ്യത്ത് സ്ഥാപിച്ചു എന്നുള്ളതാണ്. അതാണ്ട് ലേബർ കമ്മീഷണറേറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് അതിൽ എബൌട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇതൊക്കെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്, അതിൻ്റെ എബൌട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ദ ലേബർ സിനാരിയോ ചേഞ്ച്ഡ് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ഡ്യൂ ടു വൈഡ് സ്പ്രെഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇറ്റ്സ് നെസസിയേറ്റഡ് ദ ഫോർമേഷൻ ഓഫ് എ ഡിപ്പാർട്ട്മെന്റ് ടു ഹാൻഡിൽ ദ ലേബർ പ്രോബ്ലംസ്. ഇൻ കേരള, ഫോർമേഷൻ ഓഫ് ദ ലേബർ department was initiated by Diwan Sir C.P. Ramaswamy Iyer. ഈ C.P. Ramaswamy Iyer എന്ന് പറയുന്നത് അന്ന് ട്രാവൻകൂറിന്റെ ദിവാനായിരുന്നു, രാജാവിന്റെ ദിവാനായിരുന്നു. The Labour Department was functioning as a part of the Industrial Department till then. H.H. Maharaja Sri Chitra Tirunal Balarama Varma accorded sanction to the creation the post of the Labour Commissioner as per the letter number 154 dated 26/1/1946 എന്ന് കൃത്യവും വ്യക്തവുമായിട്ട് അതിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത്, രാജ്യത്തെ ആദ്യത്തെ സിമന്റ് ഹൈവേ, തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയുള്ള ആദ്യത്തെ സിമന്റ് ഹൈവേ അന്ന് ട്രാവൻകൂർ രാജാവിന്റെ ദിവാനായിട്ടിരുന്ന C.P. രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ പണിതെടുത്തു എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഗംഭീരമായിട്ടായിരുന്നു ആ ഭരണം ജനങ്ങൾക്ക് വേണ്ടി പോയിരുന്നത് എന്ന് നമുക്ക് കൃത്യവും വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതും വിശ്വാസം വരുന്നില്ലെങ്കിൽ നേരെ സർ CPRന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റ് ഉണ്ട്, അതിനകത്ത് പോയി തപ്പിയാൽ കൃത്യവും വ്യക്തവുമായിട്ട് അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് സിമെന്റ് ഹൈവേ ഇൻ ഇന്ത്യ കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 88 കിലോമീറ്റേഴ്സ് വാസ് കൺസ്ട്രക്റ്റഡ് ബിറ്റ്വീൻ ക്യാപിറ്റൽ തിരുവനന്തപുരം ആൻഡ് കന്യാകുമാരി എന്ന് കൃത്യവും വ്യക്തവുമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മുഹമ്മദ് റിയാസിനെ പോലുള്ള മന്ത്രിമാർ റോഡിടും മഴ വരുമ്പോൾ ഒലിച്ചു പോകും, വീണ്ടും റോഡിടും മഴ വരുമ്പോൾ ഒലിച്ചു പോകും. അന്ന് അതുപോലെയൊന്നും അല്ലായിരുന്നു, അന്ന് കൃത്യവും വ്യക്തവുമായിട്ടാണ് പണിത് വെച്ചിരുന്നത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാന കാര്യം, രാജ്യത്ത് ജനങ്ങളെ മുഴുവൻ അടിച്ചമർത്തി കൊലവിളിച്ച് നടക്കുന്ന, അവരുടെ രക്തത്തിൽ താണ്ഡവമാടുന്ന ആൾക്കാരായിരുന്നു റോയൽ ഫാമിലി എങ്കിൽ ഇത്രയും വലിയ കാര്യങ്ങൾ ഇന്നും ഇതിൻ്റെ പച്ചയിലാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ രംഗവും എഡ്യൂക്കേഷൻ സെക്ടറും ഒക്കെ പിടിച്ച് നിൽക്കുന്നതെന്ന് ആലോചിച്ചോണം. വേറൊരു പച്ചയും ഇവിടെ ഇല്ല. അന്നേ ഇത് തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് കേരളം പലതിലും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ രാജാവിൻ്റെ പച്ചയിൽ വന്നതാണ് എന്നൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. രാജാവിനെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ രാജാവിൻ്റെ ആൾക്കാർ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയാൽ അപ്പുറത്ത് നിന്ന് ചൊറിഞ്ഞു കയറുന്ന കമ്മികളെ സുഡാപ്പികളെ കാര്യം നമുക്ക് പിന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. പക്ഷേ വേറെ പല ആൾക്കാർക്ക്, അങ്ങനെയുള്ളവർക്ക് ചൊറിഞ്ഞു കയറുന്നുണ്ടെങ്കിൽ ഇതൊക്കെ രാജാക്കന്മാരുണ്ടാക്കിയതേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനിയുണ്ട്, ഇനി പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. ഈ പ്രോജക്റ്റ് ആരാണ് മക്കളെ കൊണ്ടുവന്നത്? ഇതും നമ്മുടെ രാജാവാണ് കൊണ്ടുവന്നത്, ട്രാവൻകൂർ രാജാവാണ് ഇത് കൊണ്ടുവന്നത്. ഇനി ഇതും വിശ്വാസമാകുന്നില്ലെങ്കിൽ നേരെ KSEBയുടെ സൈറ്റിലേക്ക് പോവുക. KSEBയുടെ ഒഫീഷ്യൽ സൈറ്റാണിത്. ആ KSEBയുടെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് കൃത്യവും വ്യക്തവുമായിട്ട് കൊടുത്തിട്ടുണ്ട്. പള്ളിവാസൽ പവർ സ്റ്റേഷൻ ഈസ് ദ ഫസ്റ്റ് ഹൈഡ്രോ സ്റ്റേഷൻ ഇൻ കേരള. ഇറ്റ് ഈസ് ഓൺ മുതിരപ്പുഴ റിവർ, എ ട്രൈബ്യൂട്ടറി ഓഫ് പെരിയാർ റിവർ, ആൻഡ് ദ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഈസ് ലൊക്കേറ്റഡ് നിയർ ടു മൂന്നാർ ടൗൺ. The detailed investigation of the project started during 1931 and finally the government of Travancore had accorded sanction for Pallivasal hydroelectric project on 10th February 1933. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലം, ആ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സമയം, ആ സമയത്താണ് നമ്മുടെ രാജാക്കന്മാർ ഇവിടെ പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് സാങ്ഷൻ കൊടുത്ത് വൈദ്യുതി വിതരണം കേരളത്തിൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ട്രാവൻകൂർ കിങ്ഡത്തിൽ കൊണ്ടുവന്നത് എന്നും കൃത്യമായിട്ട് KSEB ഇതിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ PSC, അതിനെക്കുറിച്ചും പറഞ്ഞു പോകണമല്ലോ. PSC എങ്ങനെയാണ് കേരളത്തിൽ വന്നത്? അതിൻ്റെ പിന്നിലും നിങ്ങൾ ഈ പറയുന്ന രാജാവിൻ്റെ കരങ്ങളുണ്ട് എന്ന് കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അല്ലെങ്കിൽ ഇതാണ്ട് kerala.psc.government.in എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് ഹിസ്റ്ററി ഓഫ് PSC എന്ന് പറയുന്ന അതിലൊന്ന് വെറുതെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ 1936 മുതൽ നമുക്കിവിടെ പബ്ലിക് സർവീസ് കമ്മീഷണർ ഉണ്ടായിരുന്നു ട്രാവൻകൂർ സ്റ്റേറ്റിൽ എന്ന് മനസ്സിലാക്കും. ടു സെലക്ട് കാൻഡിഡേറ്റ്സ് ഫോർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ടു വേരിയസ് കാറ്റഗറീസ് ഓഫ് പോസ്റ്റ് അണ്ടർ ദ ഗവൺമെന്റ് എന്ന് കൃത്യവും വ്യക്തവുമായിട്ട് അവരെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, അതിലൊന്നാണ് ഭൂപണയ ബാങ്ക് എന്ന് പറയുന്നത്. 1938 കർഷകർക്ക് ഏറ്റവും വലിയ ആശ്വാസമായിട്ട് നമ്മുടെ രാജാവ് കൊണ്ടുവന്ന സംഭവമാണ് ഈ ഭൂപണയ ബാങ്ക് എന്നുള്ളൊരു ബാങ്ക് എന്ന് പറയുന്നത്. അത്
എല്ലാതും അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൃത്യവും വ്യക്തവുമായിട്ട് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഇനിയും ചെയ്യുന്നുള്ള കാര്യങ്ങൾ ട്രിവാൻഡ്രം റബ്ബർ വർക്ക്സ്, FACT ആലുവ, കുണ്ട്ര സെറാമിക് ഫാക്ടറി, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, ഇതൊക്കെ രാജാവ് ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന വ്യവസായങ്ങളാണ്. ഈ വ്യവസായങ്ങളൊന്നും രാജാവ് കൊടികുത്തി ഓട്ടിച്ചില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇനിയുണ്ട് വ്യവസായങ്ങൾ. സൗത്ത് ഇന്ത്യൻ റബ്ബർ വർക്ക്സ്, പുനലൂർ പേപ്പർ മിൽസ്, തിരുവനന്തപുരം വിജയമോഹിനി മിൽസ്, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ്, ഇന്ത്യയുടെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി അതും കോട്ടയത്ത്, പെരുമ്പാവൂർ ട്രാവൻകൂർ റയോൺസ്, ചെങ്കോട്ട ബാലരാമവർമ്മ ടെക്സ്റ്റൈൽസ്, കൊല്ലം പെൻസിൽ ഫാക്ടറി. അങ്ങനെ രാജാവ് ഇവിടെ ഇരുന്നപ്പം വന്നൊരു സംഭവങ്ങളാണ് ഈ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. അതിനെ ഒന്നും കൊടികുത്തി ഓട്ടിക്കാനൊന്നും രാജാക്കന്മാർ നിന്നില്ല. അപ്പം നിങ്ങൾ ഈ ആൾക്കാരെ കൊന്നൊടുക്കി നാട്ടുകാരെ നശിപ്പിക്കുന്നു എന്ന് പറയുന്ന രാജാവ് ചെയ്തു തന്ന കാര്യങ്ങൾ മാത്രമാണ് നിലവിൽ ഇപ്പോഴും കേരളീയ ഭരണത്തിന്, അല്ലെങ്കിൽ കേരള സർക്കാർ അതിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ടാണ് ഞങ്ങളുടെ ഹെൽത്ത് സെക്ടർ നോക്കൂ, ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സെക്ടർ നോക്കൂ, രാജ്യത്ത് നമ്മൾ നമ്പർ 1 ആണ് എന്നൊക്കെ പറയുന്നത്. ഇത് ഇത്രയും കൊണ്ടുവരിക മാത്രമല്ല, അവർ വലിയൊരു നീക്കിയിരിപ്പ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് മാറ്റി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി രാജാവിനെ കാണുമ്പോൾ താണുകയാണ്, വണങ്ങിയില്ലെങ്കിലും പുച്ഛിക്കരുത്. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.